Hello viewers, this is Reshmi, Assistant Professor, Don Bosco College, Kottayam. Today I am going to take a small topic regarding the subject Business Regulatory Framework. Business Regulatory Framework നമുക്ക് 5 മൊഡ്യൂളാണുള്ളത്. അതിൽ ഏകദേശം സെക്കൻഡ് മൊഡ്യൂളിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലുള്ള ബാക്കി പോർഷൻസ് കവർ ചെയ്യുന്നതിനേക്കായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് കൺസിഡറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നിട്ടായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ ഞാൻ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞതാണ്. അപ്പം കൺസിഡറേഷനിലേക്ക് നമുക്ക് പോകാം. എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ലിറ്ററൽ മീനിങ്, കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. Something in return. Consideration means something in return. Something in return എന്നുള്ള ആ വാക്കിൽ കൂടി തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അയാൾക്ക് തിരിച്ച് എന്തെങ്കിലും അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഒരു എഗ്രിമെന്റ് വെക്കുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന ഏറ്റവും ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻ എഗ്രിമെന്റ് വിത്തൗട്ട് എ കൺസിഡറേഷൻ ഈസ് കോൾഡ് ന്യൂഡം പാക്റ്റം ഓർ ബെയർ പ്രോമിസ്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളേക്കാണ്. അതായത് കഴിഞ്ഞ കുറെ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ ലാറ്റിൻ വേർഡ്സ് ഇതിനകത്ത് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് BRF കുറെ ലാറ്റിൻ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ് ന്യൂഡം പാക്റ്റം, ദാറ്റ് ഈസ് ബെയർ പ്രോമിസ്, ആൻഡ് ക്വിഡ് പ്രോ ക്യോ, ഇറ്റ് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ഇതെല്ലാം ഉൾപ്പെടുന്ന കൺസിഡറേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് വേറെയും പല ലാറ്റിൻ വേർഡ്സ് ഉണ്ട്. അത് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കല്ല, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട്, this consideration is the essential elements of a valid contract, and section 25 of the Indian contract says an agreement without consideration is void. According to section 25 Indian Contract Act ന്റെ section 25 പ്രകാരം ഒരു എഗ്രിമെന്റില് കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആയിരിക്കും, ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. ഓക്കെ, അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഒരു എഗ്രിമെന്റിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നതും കൺസിഡറേഷൻ ആണ്. ഒരു എഗ്രിമെന്റിൽ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ന്യൂഡം പാക്റ്റം എന്ന് പറയുന്നു. നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. ഡെഫിനിഷൻ ഈസ് ദാറ്റ് കൺസിഡറേഷൻ മീൻസ് സംതിങ് വിച്ച് ഓഫ് സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ദ ലോ, ആൻഡ് ഇറ്റ് മേ ബി സം ബെനിഫിറ്റ് ടു ദ പ്ലെയിന്റിഫ് ഓർ സം detriment to the defendant. ഈ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ജസ്റ്റിസ് പാറ്റേഴ്സൺ ആണ്. ജസ്റ്റിസ് പാറ്റേഴ്സന്റെ ഡെഫിനിഷൻ പ്രകാരം കൺസിഡറേഷൻ എന്ന് പറയുന്നത് സംതിങ് വിച്ച് ഈസ് ഓഫ് സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ദ ലോ. ഈ ഒരു പോയിന്റ് ശരിക്കും എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കൺസിഡറേഷനിൽ വരുന്നതും കൂടിയാണ്. അപ്പം നമുക്ക് ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. അക്കോർഡിംഗ് ടു ജസ്റ്റിസ് പാറ്റേഴ്സൺ, consideration means something which is of some value in the eyes of the law, and it may be some benefit to the plaintiff or some detriment to the defendant. നമ്മുടെ പ്രോമിസറിനും പ്രോമിസിക്കും ഒരുപോലെ കിട്ടുന്ന രണ്ടുപേർക്കും പരസ്പരം കിട്ടുന്ന ബെനിഫിറ്റും കൂടിയാണ് എന്തെന്ന് പറയുന്നത് കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് is something which is of some value in the eyes of the law, and it may be some benefit to the plaintiff or some detriment to the defendant. Okay, ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ കൺസിഡറേഷനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റിന്റെ ബാക്ക് ബോൺ ആണ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു
പ്രോമിസ് കൂടിയാണ്. കൺസിഡറേഷൻ ഈസ് എ പ്രോമിസ് കൂടിയാണ്. ആ ഒരു പ്രോമിസിൽ നമ്മൾ കൺസിഡറേഷൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, കൺസിഡറേഷൻ കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബെയർ പ്രോമിസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് ന്യൂഡം പാക്റ്റം എന്ന വാക്കിൽ കൂടി പറയും. A consideration is backbone of all the promises, and a promise is not supported by consideration is called a nudum pactum, or it may be a bare promise. And പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇറ്റ് സേസ് ഇൻ ദ സെക്ഷൻ 10 ആൻഡ് സെക്ഷൻ 25 agreement without consideration is called a void, and quid pro quo means something in return. It also called a consideration. And nudum pactum, another word nudum pactum, it means a bare promise. A promise without consideration is called a nudum pactum or bare promise. ഓക്കെ, ഇത്രയും കാര്യങ്ങളും പിന്നീട് നമ്മൾ ഡെഫിനിഷനും കൂടിയാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എസെൻഷ്യൽ എലമെന്റ്സ് ഓർ ലീഗൽ റൂൾസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. ഇപ്പം പ്രോമിസറിനും പ്രോമിസിക്കും സംതിങ് ഇൻ റിട്ടേൺ, അതായത് അവർക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ ആകാൻ പാടില്ല. അതിന് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിയമത്തിന്റെ മുന്നിൽ വാലിഡ് ആയിരിക്കണം. അതാണ് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത്, കൺസിഡറേഷൻ മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഞാൻ ആദ്യം തന്ന എക്സാമ്പിളില് എ അഗ്രീസ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ 2 lakhs. ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി, ഹി ഈസ് ദ പ്രോമിസർ. അയാളുടെ താല്പര്യപ്രകാരമാണ് 2 ലക്ഷം രൂപയ്ക്ക് അയാൾ കാർ വിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. സെക്കൻഡ് വൺ, കൺസിഡറേഷൻ മേ ബി ഗിവൺ ബൈ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇവിടെ ആ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ബിക്കാണ് കാർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ബി ആണ് 2 ലക്ഷം രൂപ എക്ക് കൊടുക്കേണ്ടത്. ആ 2 ലക്ഷം രൂപ ബിക്ക് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏത് വ്യക്തിക്കും കൊടുക്കാം. പ്രോമിസിക്കോ അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു അക്സെപ്റ്റിംഗ് ദ പ്രോമിസ് ഈസ് കോൾഡ് പ്രോമിസി. ആ പ്രോമിസിക്കോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കോ ആ കൺസിഡറേഷൻ, ആ 2 ലക്ഷം രൂപ കൊടുക്കാം, എക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം എസെൻഷ്യൽ എലമെന്റ്സിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. സെക്കൻഡ് വൺ, കൺസിഡറേഷൻ മേ ബി ഗിവൺ ബൈ ദ പ്രോമിസി ഓർ എനി അതർ. ഇനി നമ്മൾ തേർഡ് പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അൺലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ. സെക്ഷൻ 23 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 23 കുറെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ കൺസിഡറേഷൻസ് എല്ലാം തന്നെയും അൺലോഫുൾ ആയിട്ടുള്ളതാണെന്ന്. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്ന്. അതിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് കൺസിഡറേഷൻ എന്ന് പറയുന്നത് വേർ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. നിയമം ഫോർബിഡൻ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് കൺസിഡറേഷൻ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി അൺലോഫുൾ. ഒന്നാമത്തത് വേർ ഇറ്റ് ഈസ് forbidden by law. Second one, where it is fraudulent. അപ്പൊ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കൺസിഡറേഷൻ ഒരു ഫ്രോഡ്ലന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് എന്നുണ്ടെങ്കിൽ that will be unlawful. Then third one, where it is immoral. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കൺസിഡറേഷൻ ഒരു ഇമ്മോറൽ ആക്ടിവിറ്റി ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ that will be unlawful. Then next, where it is injurious to another person or his property. ഒരു വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും കോട്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതും അൺലോഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, where it is opposed to public policy. പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് വരുന്ന കാര്യങ്ങളാണ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ that will be unlawful.
ഓക്കെ, അപ്പൊ ഇങ്ങനെ 5 കാര്യങ്ങളാണ് സെക്ഷൻ 23 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 23 കൺസിഡറേഷൻ ഓഫ് ആൻ എഗ്രിമെന്റ് ഈസ് ഓൺ ലോഫുൾ ഇൻ ദ ഫോളോയിങ് കേസസ് എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. വേർ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, വേർ ഇറ്റ് ഈസ് ഫ്രോഡ്ലന്റ്, വേർ ഈസ് ഇമ്മോറൽ, വേർ ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു അനദർ പേഴ്സൺ ഓർ ഹിസ് പ്രോപ്പർട്ടി, വേർ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ പബ്ലിക് പോളിസി. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന എസെൻഷ്യൽ ഓർ വാലിഡ് റൂൾസ് ഓഫ് എ കൺസിഡറേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പറഞ്ഞിരിക്കുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഫസ്റ്റ്. സെക്കൻഡ്, കൺസിഡറേഷൻ മേ ബി ഗിവൺ ബൈ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. തേർഡ് വൺ, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. ലോഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് അൺലോഫുൾ ആയിട്ട് വരുന്ന കൺസിഡറേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പം പറഞ്ഞു നിർത്തിയ 5 കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ മെയിൻ പോയിന്റിലേക്ക് പോവാണ്. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കണം ആൻഡ് നോട്ട് ഇല്യൂഷറി. കൺസിഡറേഷൻ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് റിയൽ, യാഥാർത്ഥ്യമുള്ളതും ആൻഡ് നോട്ട് ഇല്യൂഷറി. ഇപ്പൊ എ ബിയോട് പറയുവാണ്, ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ തരാം, നീ ആകാശത്തിൽ നിന്ന് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ പിടിച്ചോണ്ട് വരുവാണെങ്കിൽ ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ തരാം. ഓക്കെ, അപ്പം ആ ഒരു കാര്യം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ 4 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, വാലിഡ് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട 4 പോയിന്റ്സ്. ഇനി അടുത്ത 5ാമത്തെ പോയിന്റ് ആണ് കൺസിഡറേഷൻ മസ്റ്റ് ബി സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ദ ലോ. നിയമത്തിന്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷന് കുറച്ച് വാല്യൂ ഉണ്ടായിരിക്കണം. നിയമത്തിന്റെ മുന്നിൽ വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് 5ാമത്തെ പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ്, 6th പോയിന്റ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ദ പെർഫോമൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡ്യൂട്ടീസ്. ഇപ്പം നിലവിൽ ഒരു വ്യക്തിക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്, അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള കടമകളും കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. അത് ചെയ്യുന്നതിനേക്കായിട്ട് വീണ്ടും ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഗവൺമെന്റ് ഡോക്ടർ. ഓക്കെ, ഗവൺമെന്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് സർവീസിന് പോകുന്ന പേഷ്യൻസ് ഒരിക്കലും പിന്നീട് അദ്ദേഹത്തിന് പിന്നീട് പൈസ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഗവൺമെന്റ് അദ്ദേഹത്തിന് പൈസ സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ദ പെർഫോമൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡ്യൂട്ടീസ്. ഇനി നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്, ഒരു പോയിന്റ് ആണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കൺസിഡറേഷൻ ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം. പോസിറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ഡു ആൻ ആക്ട്, ടു ഡു ആൻ ആക്ട്, ദാറ്റ് ഈസ് പോസിറ്റീവ്. നെഗറ്റീവ് നോട്ട് ടു ഡു ആൻ ആക്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ അഗ്രീസ് ടു സെൽ ഹിസ് കാർ, ഹി ഈസ് റെഡി ടു ഡു ആൻ ആക്ട്. ഓക്കെ, അതായത് അദ്ദേഹത്തിന്റെ കാറ് 2 ലക്ഷം രൂപയ്ക്ക് ബിക്ക് കൊടുക്കാമെന്ന് പറയുന്നു, ബി അക്സെപ്റ്റ് ചെയ്യുന്നു. ടു ഡു ആൻ ആക്ട്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കായിട്ടാണ് അത്. ഓക്കെ, ദാറ്റ് ഈസ് പോസിറ്റീവ്. ഇനി നെഗറ്റീവ് മീൻസ്, നെഗറ്റീവ് എന്ന് പറയുന്നത് നോട്ട് ടു ഡു ആൻ ആക്ട്, ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിലേക്കായിട്ട്. അതായത് എ ബിയോട് പറയുവാണ്, നീ എനിക്ക് 10 ലക്ഷം രൂപ തരുകയാണെങ്കിൽ ഞാൻ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യത്തില്ലെന്ന്. ഓക്കെ, അപ്പൊ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിലേക്കും കൺസിഡറേഷൻ വാങ്ങാം. അതാണ് കൺസിഡറേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമായിപ്പം 8 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതില് ലാസ്റ്റ് പോയിന്റ് ആണ് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. കൺസിഡറേഷന്റെ ലീഗൽ റൂൾസിൽ വരുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, കൺസിഡറേഷൻ മേ ബി പ്രസന്റ്, കൺസിഡറേഷൻ മേ ബി ഫ്യൂച്ചർ എന്ന കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കൺസിഡറേഷൻ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോമിസറുടെ ഡിസൈർ പ്രകാരം തന്നെ നമ്മൾ ഓൾറെഡി ഡൺ, നമ്മൾ ചെയ്തു കഴിഞ്ഞു, അതാണെങ്കിൽ പാസ്റ്റ് കൺസിഡറേഷൻ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇറ്റ് മീൻസ് ദാറ്റ് an act which has already done at the desire of the promisor. പ്രോമിസറുടെ ഡിസയർ പ്രകാരം നമ്മൾ ഓൾറെഡി ഡൺ ചെയ്തു കഴിഞ്ഞു, ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാസ്റ്റ് കൺസിഡറേഷൻ. ഇനി
പ്രസന്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ്ലി വിത്ത് ദ പ്രോമിസ്, അതായത് വാഗ്ദാനം കൊടുക്കുന്ന ആ സമയം തന്നെ ആ ഒരു കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് പ്രസന്റ് കൺസിഡറേഷൻ. തേർഡ് വൺ, ഫ്യൂച്ചർ കൺസിഡറേഷൻ. ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ പിന്നീട് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് പ്രോമിസർക്ക് കൺസിഡറേഷൻ കൊടുത്തേക്കാം എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. അങ്ങനെ 3 തരത്തിലുള്ള കൺസിഡറേഷൻസ് ആണുള്ളത്. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് വിച്ച് ഹാസ് ഓൾറെഡി ഡൺ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസറുടെ താല്പര്യവും വാഗ്ദാന പ്രകാരം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ദെൻ പ്രസന്റ് കൺസിഡറേഷൻ, പ്രോമിസ് കൊടുക്കുന്ന ആ സൈമൾട്ടേനിയസ്ലി ആ സമയം തന്നെ അദ്ദേഹത്തിന് കൺസിഡറേഷൻ കിട്ടുന്നു. ഫ്യൂച്ചർ കൺസിഡറേഷൻ, പ്രോമിസിയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ ഫ്യൂച്ചർ ഒരു ടൈമിലേക്ക് കൺസിഡറേഷൻ കൊടുക്കാമെന്ന് പറയുന്നു. ഇതാണ് കൺസിഡറേഷന്റെ പല ടൈപ്പ് എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം. കൺസിഡറേഷന്റെ ടൈപ്സ് ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സുകളെ കുറിച്ച് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇന്ന് നമ്മൾ എടുത്തത് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ അതിന്റെ മീനിങ്, അതിന്റെ ഡെഫിനിഷൻ, എസെൻഷ്യൽ റൂൾസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ്, കൺസിഡറേഷന്റെ മീനിങ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ, അത് പ്രോമിസറിനും കിട്ടുന്നുണ്ട്, പ്രോമിസിക്കും കിട്ടുന്ന ബെനിഫിറ്റ്. ഓക്കെ, അതാണ് കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ 2 ലാറ്റിൻ വേർഡ്സ് പഠിച്ചു. ഒന്ന് ക്യൂട്ട് പ്രോ ക്യോ, 2 ന്യൂഡം പാക്റ്റം. ക്യൂട്ട് പ്രോ ക്യോ എന്ന് പറയുന്നത് സംതിങ് ഇൻ റിട്ടേൺ ആണ്. അടുത്തത് രണ്ടാമത്തെ ടേം ആണ് ന്യൂഡം പാക്റ്റം. ന്യൂഡം പാക്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബെയർ പ്രോമിസ്, അതായത് എ പ്രോമിസ് വിത്തൗട്ട് എ കൺസിഡറേഷൻ, ഇറ്റ് ഈസ് കോൾഡ് ന്യൂഡം പാക്റ്റം. ആ 2 കാര്യങ്ങളും, ആ 2 ലാറ്റിൻ വേർഡ്സും എല്ലാവരും സ്റ്റുഡൻസ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. സാധാരണ എക്സാമുകൾക്ക് ചോദിക്കുന്നുണ്ട്, 1 മാർക്കിന് ചോദിക്കുന്നതാണ്. ന്യൂഡം പാക്റ്റം, ക്യൂട്ട് പ്രോ ക്യോ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് എസെൻഷ്യൽ റൂൾസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. അതിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് മെയിൻ ആയിട്ടുള്ള ഹെഡിങ്ങുകളാണ്. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, കൺസിഡറേഷൻ മേ ബി ഗിവൺ ബൈ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ, കൺസിഡറേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് illusory, and consideration must have some value in the eyes of the law. The next point, consideration must not be the performance of the existing duties. And last one, consideration are of 3 kinds. They are past consideration, present consideration and future consideration. ഇത്രയുമാണ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മീനിങ്, ഡെഫിനിഷൻ, എസെൻഷ്യൽ റൂൾസ് റിഗാർഡിംഗ് ദ കൺസിഡറേഷൻ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അതിനുശേഷം നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.